നമസ്കാരം. നിങ്ങളൊക്കെ ഒറ്റയ്ക്കിരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തിലും നമ്മൾ നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം ഒഴിവ് ദിവസങ്ങളിലോ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ശല്യം ഒന്നുമില്ല, നമ്മൾ ഫ്രീ ആയിട്ടൊരു സ്ഥലത്തിരിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫ്രീ ആയിട്ടൊന്ന് കുറച്ച് നേരമൊക്കെ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു തോന്നൽ വരാറുണ്ടോ? തോന്നൽ മീൻസ് ഇങ്ങനൊന്നും ആയാൽ പോരാ, ജീവിതം മെച്ചപ്പെടണം, സാമ്പത്തികമായി ഉയർച്ചയിലെത്തണം, മറ്റുള്ളവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്ന പോലെ എനിക്കും എൻ്റെ ഫാമിലിക്കും ജീവിക്കണം, അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരാറുണ്ടോ? അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം നല്ലൊരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ആത്മാവ് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അത് പറയുന്നത്. ഇങ്ങനൊന്നും ആയാൽ പോരാ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആത്മാവിന് അത്രയും ആഗ്രഹം അതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആത്മാവ് ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തിരക്കിൻ്റെ ഇടയിലല്ല, അത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നമ്മളെ തന്നെ ഒറ്റക്കാവുമ്പോൾ മാത്രമാണ് അത് നമ്മുടെ മനസ്സിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ പോവുള്ളൂ. ആ സമയത്താണ് അത് നമ്മളെ ഓർമ്മിപ്പിക്കുക. ആ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ തുടർന്ന് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിന് പറ്റിയ ഏറ്റവും നല്ല വഴി. നമുക്കത് അങ്ങനെ തോന്നുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് തുടർന്ന് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, അതിനെന്താണ് വഴി, നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തുടർന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് ഒരു മാസം തുടർന്ന് അത് ചിന്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അതിനുള്ള വഴികൾ നിങ്ങളുടെ മുന്നിൽ വരുന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെ ഒരു ദിവസത്തിൽ കൂടുതലും ചിന്തിക്കണം. നിങ്ങളിപ്പോൾ ഓൾറെഡി ഉള്ള ആളുകളാണെങ്കിൽ, എന്തെങ്കിലും ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ആ ജോലി സ്ഥലത്ത് മിക്കവാറും ചില ആളുകളൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ ജോലി ഒരു വശത്ത് നടക്കും, ചിന്ത മറ്റ് പല വശത്തായിരിക്കും, മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. ജോലി ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അധികം പേരും അങ്ങനെയാണ്. ജോലി ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കും, ഒരു യാന്ത്രികമായിട്ട് ചിന്തകൾ മറ്റ് പലതിനെക്കുറിച്ചായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ എന്ത് പറ്റും എന്നതിനെക്കുറിച്ച് മാത്രം, മറ്റുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ ഒഴിവാക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ ഗുണവും നിങ്ങൾക്ക് കിട്ടുന്നില്ല. കഴിഞ്ഞു പോയ കാലത്ത് ഇനി ബുദ്ധിമുട്ടിച്ച വിഷമങ്ങളാണെങ്കിലും ശരി, നിങ്ങളത് തുടരെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളത് തന്നെ തുടരെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ തന്നെ ആയിരിക്കും വീണ്ടും നിങ്ങൾക്ക് വന്ന് ചേരുക. നിങ്ങൾക്ക് വിജയിക്കണം എന്നുള്ളതാണ് തുടരെ ചിന്തിക്കുന്നതെങ്കിൽ അതിനുള്ള അവസരങ്ങളും സാധ്യതകളുമാണ് നിങ്ങളുടെ മുന്നിൽ വരിക. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് കൂടുതലും ഒരു ദിവസത്തിൽ, അതിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടതും അതിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളുമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അതാണ് ഒരു കുടുംബത്ത് വഴക്കുവാടി നടന്നാൽ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് അത് നടക്കുന്നത്. കാരണം ഒരു വഴക്ക് നടന്നാൽ കൂടുതലും വീണ്ടും അതിനെക്കുറിച്ച് ചിന്ത, പിന്നെ അത് എന്നും ഇതേക്കുറിച്ച് ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചിന്തകളാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വഴക്കും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ വക ചിന്തകളൊക്കെ നമ്മൾ തൽക്കാലം മാറ്റിവെച്ച് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം എന്താണോ, രക്ഷപ്പെടണം, അതിനെന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റൂ, ഇത് തന്നെ ചിന്തിക്കുക. പക്ഷേ നമ്മൾ കുറച്ച് നേരം ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, മതി ഇത് ഇങ്ങനെ തന്നെ ചിന്തിച്ചതെന്ന് തോന്നരുത്. വീണ്ടും തുടരെ അത് തന്നെ ചിന്തിക്കുക. അങ്ങനെ ഒരു ദിവസത്തിൽ നിങ്ങൾ ഒരുപാട് സമയം, ഒരുപാട് നേരം നിങ്ങൾ ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കി നമുക്ക് ആവശ്യമുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഒരു മാസം നിങ്ങൾ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും. ഒരു സംശയം വേണ്ട. അതിനുള്ള സാധ്യതകൾ, അവസരങ്ങൾ, വ്യക്തികൾ എല്ലാം നിങ്ങളുടെ മുന്നിൽ വരാൻ തുടങ്ങും. നിങ്ങളുടെ മുന്നിൽ വരിക എന്ന് പറഞ്ഞാൽ ഒരു ജോലി ചെയ്യുകയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ആ വ്യക്തികൾ നിങ്ങളെ കണ്ടുമുട്ടും, അല്ലെങ്കിൽ അതുമായുള്ള സംസാരങ്ങൾ വരും. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾക്ക് സാധ്യതകൾ പലതും തുറന്നു കിട്ടും. അപ്പോൾ ആ വഴിയിലൂടെയൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. അത് പണമില്ലെങ്കിലും നമ്മളവിടെ എത്തിച്ചേരും എന്നുള്ളതാണ്. അത് നിങ്ങൾ ഇനിയിപ്പോൾ നെഗറ്റീവ് ചിന്തിക്കുകയാണെങ്കിലും ശരി,
നിങ്ങളൊരു വഴക്കോ പ്രശ്നമോ ഓഫീസിലെ അടീനെക്കുറിച്ചോ വഴക്കിനെക്കുറിച്ചോ പ്രശ്നങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കുടുംബത്തോ എന്തിനെക്കുറിച്ചോ നിങ്ങൾ നിരന്തരം ചിന്തിച്ച് നോക്കൂ. ഒരു മാസം നിരന്തരം നിങ്ങൾ നെഗറ്റീവായ ഒരു കാര്യം ചിന്തിച്ച് നോക്കൂ. തുടർച്ചയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരു മാറ്റം വരില്ല. ആ പ്രശ്നങ്ങൾ വീണ്ടും ഓഫീസിലാണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാവും, വീണ്ടും വീണ്ടും വരും. അത് തുടർച്ചയായി ഉണ്ടാവും. അപ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ നെഗറ്റീവ് ചിന്തിച്ച് തുടർച്ചയായി അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം? അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, സന്തോഷം, ഹാപ്പി, കുടുംബത്തിലുള്ള മനസമാധാനം, പണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നോക്കും. ഒരു മാസം നിങ്ങളത് ചിന്തിച്ച് ആദ്യം തുടക്കത്തിലൊന്നും മൈൻഡിന് അത് അംഗീകരിക്കാൻ പറ്റില്ല. മൈൻഡ് അത് നമ്മളെ മാറ്റി വീണ്ടും നെഗറ്റീവിലേക്ക് തന്നെ കൊണ്ടുപോകും. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ അത് നമ്മുടെ ഓർമ്മയിൽ നിന്ന് തന്നെ പോകും. എന്നിട്ട് നമ്മൾ വീണ്ടും നെഗറ്റീവ് കാര്യങ്ങൾ, കാരണം ഏതെങ്കിലും ഒരു വീഡിയോ കാണും അല്ലെങ്കിൽ അടുത്തുള്ള വേറെ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കും, അവരും നെഗറ്റീവായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ തുടർന്ന് അങ്ങനെ പോയി നമ്മൾ ഈ കാര്യം മറന്നു പോകും. നമ്മളിങ്ങനെ ചിന്തിക്കാനുണ്ട് എന്നുള്ള കാര്യം പോലും മറന്നു പോകും. വീണ്ടും നെഗറ്റീവിലോട്ട് പോകും. പക്ഷെ നമുക്ക് ഇടയ്ക്ക് ഓർമ്മ വരും. ഇത് ആഗ്രഹമുള്ള വ്യക്തിക്ക് ഓർമ്മ വരും. അപ്പോൾ തുടർന്ന് വീണ്ടും ചിന്തിക്കുക കുറച്ച് നേരം. പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളതിൽ നിന്ന് വീണ്ടും വിട്ടുപോയി മറ്റ് നെഗറ്റീവിലൊക്കെ കുറേ കിടന്ന് കറങ്ങി തിരിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും ഓർമ്മ വരിക. അങ്ങനെ ഓർമ്മ വരുമ്പോൾ വീണ്ടും ഇതിലോട്ട് വരിക. അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ നെഗറ്റീവിലേക്കുള്ള പോക്ക് പതുക്കെ പതുക്കെ കുറഞ്ഞ് വന്നിട്ട് നിങ്ങൾ ഈ പോസിറ്റീവിൽ മാത്രം നിലനിൽക്കാൻ തുടങ്ങും. അങ്ങനെ നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. എന്ത് കാര്യങ്ങളും നിങ്ങളുടെ നന്മ നല്ല രീതിയിൽ സംഭവിക്കണം, കടം ഒഴിവാവണം, പ്രശ്നങ്ങൾ ഒഴിവാവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പോസിറ്റീവ് ചിന്താഗതിയിലേക്ക് നിങ്ങൾ പതുക്കെ മാറിയേ പറ്റൂ. അത് മാറിയാൽ തന്നെയാണ് അതുപോലത്തെ കാര്യങ്ങൾ, പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റിപ്ലൈ തരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും അത് അറിഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾക്ക് തീർച്ചയായും വിജയിക്കാൻ കഴിയും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.